ആയിരത്തിലധികം അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഒരേ ഒരു ക്ഷേത്രം, അത് ശബരിമലയിലേത്. അനിവാര്യമായ മതാചാരം സംരക്ഷിക്കപ്പെടണം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയുമായി യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റാണിത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചിരിക്കുന്നു. ശബരിമലയിലെ പ്രതിഷ്ഠയുടെ സ്വഭാവം മതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അനിവാര്യമായ മതാചാരം സംരക്ഷിക്കപ്പെടണമെന്നും ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ശബരിമല ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ക്ഷേത്രമാണ്. മതപരമായ ആചാരങ്ങളും വിശ്വാസവും തീരുമാനിക്കാൻ ബോർഡിന് സ്വയം ഭരണാധികാരമുണ്ട് എന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കൗൺസിൽ PS സുധീർ ആണ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത്. മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ആണ് വാദം എഴുതി തയ്യാറാക്കിയത്. പ്രത്യേക മതവിഭാഗ ക്ഷേത്രങ്ങൾക്ക് ഭരണഘടനയുടെ അനുച്ഛേദം 26(2)B പ്രകാരം മതപരമായ കാര്യങ്ങളിൽ തീരുമാനം എടുത്തത് നടപ്പാക്കാനുള്ള അധികാരമുണ്ട് എന്നും 1000-ലധികം അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് എങ്കിലും അയ്യപ്പന് നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഏക ക്ഷേത്രം ശബരിമലയിലേത് ആണ് എന്നും ബോർഡ് വാദത്തിൽ ചൂണ്ടിക്കാട്ടി. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളും സ്വന്തമായി തീരുമാനമെടുക്കാൻ അധികാരമുണ്ട്. മതസ്വാതന്ത്ര്യം ആചാരങ്ങളെ ഹനിക്കുന്ന തരത്തിൽ ആകരുത്. വിശ്വാസകാര്യങ്ങളിൽ ഇടപെടുന്നതിന് കോടതിക്ക് പരിമിതിയുണ്ട്. കോടതിക്ക് പുറത്തുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് വിധി പറയരുത്. കോടതി പിന്തുടരുന്ന അനിവാര്യ മതാചാര പരിശോധന ഒഴിവാക്കണം. മതാചാരത്തെ അനിവാര്യമെന്നും അല്ലാത്തതെന്നും തരം തിരിക്കരുത്. മതസ്വാതന്ത്ര്യത്തിനുമേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയില്ല. മതസ്വാതന്ത്ര്യവും മൗലിക അവകാശങ്ങളും സന്തുലിതമായി വേണം വ്യാഖ്യാനിക്കാൻ. ദേവസ്വം ബോർഡിന്റെ വാദം ഇങ്ങനെ തുടരുകയാണ്. പ്രത്യേക മതവിഭാഗങ്ങളെക്കുറിച്ച് വിവിധ സുപ്രീം കോടതി വിധികളിൽ വിശദീകരിക്കുന്നുണ്ട് എന്നും ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. ഈ വിധി ന്യായങ്ങൾ പരിശോധിച്ചാൽ ശബരിമല പ്രത്യേക മതവിഭാഗ ക്ഷേത്രമാണെന്ന് വ്യക്തമാകുമെന്ന് ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടി. ശബരിമലയിൽ ലിംഗവിവേചനമില്ല എന്നും പ്രായപരിധിയിലുള്ള വിലക്ക് മാത്രമേ ഉള്ളൂ എന്നും ദേവസ്വം ബോർഡ് പറയുന്നു. ശബരിമലയിലെ ആചാരങ്ങൾ ഭരണഘടനാ വിരുദ്ധം അല്ല എന്നാണ് ഹൈക്കോടതി വിധിയെന്നും ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടി. 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ദേവസ്വം ബോർഡ് നിലപാട് അറിയിച്ചത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തന്ത്രി കണ്ഠരർ രാജീവരും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ശബരിമലയിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെ മാറ്റം വരുത്താൻ പാടില്ല എന്നും യുവതീ പ്രവേശന വിലക്ക് തുടരണമെന്നും തന്ത്രി വ്യക്തമാക്കുന്നു. ആചാരങ്ങളിൽ അവസാന തീർപ്പ് കോടതികളല്ല എന്ന വാദമാണ് പന്തളം കൊട്ടാരം കോടതിയിൽ സമർപ്പിച്ച വാദത്തിൽ പറയുന്നത്. ദീർഘകാല ആചാരങ്ങൾ അത് സംരക്ഷിക്കപ്പെടണമെന്നാണ് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന് NSSും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 7-നാണ് കേസിൽ വാദം തുടങ്ങുക. ന്യൂസ് ഡെസ്ക് കർമ്മസ്.